ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് സ്റ്റൈൽസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ ഒരു ഗോവൻ വ്ലോഗാണ്. ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ, ഗോവയിലേക്കുള്ളൊരു യാത്ര. അങ്ങനെ എന്തായാലും ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ നമ്മൾ ആ ഒരു ആഗ്രഹം നടത്തിയെടുത്തിരിക്കുകയാണ്. അങ്ങനത്തെ വളരെ ഹാപ്പിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ അത്. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്കും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ വ്ലോഗിലോട്ട് സ്വാഗതം. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി ഏകദേശം 8:30 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിന്. നമ്മളൊരു 3 ടയർ AC-യിലാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ട്രാവൽ ഏജൻസിയുടെ അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരാണ് നമുക്ക് ടിക്കറ്റും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അങ്ങനെ രാത്രി കയറിയ നമ്മൾ രാവിലെ ഒരു 6:30-7 മണിയോട് അടുപ്പിച്ച് നമ്മൾ ഗോവയിലുള്ള മാഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി കേട്ടോ. ഞങ്ങൾക്ക് ഒരാൾക്ക് മിഡിൽ ബർത്തും ഒരാൾക്ക് അപ്പർ ബർത്തുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഉറക്കമൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് നടന്നു. ആദ്യം ഇവിടെ ഫസ്റ്റ് ട്രെയിൻ ജേണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മൂപ്പരാൾ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ആയിരുന്നു. ഞങ്ങളും അവനെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല ഹരിതാപയും പച്ചപ്പൊക്കെ നിറഞ്ഞ് കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചകളുണ്ടോ പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാനുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ട്രെയിൻ ജേണി ആയിരുന്നു ഗോവയിലോട്ടുള്ളത്. ആദ്യം എവിടേക്കാണ് പോകുന്നേ? ആദ്യം എവിടേക്കാ പോണേ? എവിടേക്കാ പോണേ? ഗോവയ്ക്കോ? ആണോ? അതെന്താ 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 ചൂച്ചു ട്രെയിനാണോ? അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മാഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊരു ട്രാവൽ ഏജൻസി വഴി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ട്രാവൽ ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് റെൻറ്റഡ് ബൈക്സും കാറും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഏജൻസിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു പോകുന്നത്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ കാരണമാണ് കേട്ടോ ട്രാവൽ ഏജൻസി ത്രൂ ബുക്ക് ചെയ്തിട്ടൊക്കെ പോയത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റൂമിലെത്താൻ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയൊരു മിററൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് വാഷ്റൂം വരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ റൂമിലേക്കുള്ള ഒരു TV യൂണിറ്റ് ഉണ്ടായിരുന്നു, ഒരു മിനി ഫ്രിഡ്ജുണ്ട്, ലോക്കറുണ്ട്. നല്ല നീറ്റായിട്ടുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. പിന്നെ സൈഡിലാണ് വിൻഡോ വരുന്നത്. വിൻഡോ കൂടെ നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഒരു തെങ്ങും പറമ്പായിരുന്നു കേട്ടോ. കിച്ചു കുറേ നേരം അതൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ആദ്യക്കുട്ടന് ബെഡൊക്കെ ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരൻ അതിലൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിയിലെ ഡിന്നറും ഈ ഒരു ഏജൻസിയുടെ പാക്കേജിൽ പെടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എത്തുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ആവേശത്തിൽ എല്ലാം കൂടി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഹലോ, നമ്മൾ ഓൾറെഡി എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ താഴത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല, നമ്മൾ റൂമിൽ നിന്നാണ് ഫുഡ് കഴിക്കണേ. നമുക്കിതാ പുട്ടും കടലക്കറി ഉണ്ട്, പൂരി ഉരുളക്കിഴങ്ങ് കറി ഉണ്ട്, പിന്നെ ഉപ്മാവുണ്ട്. എന്നാൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഹായ് പറഞ്ഞേ. യെസ്, അപ്പൊ ഞങ്ങള് ഇനി പുറത്തോട്ട് പോവാൻ റെഡി ആയിരിക്കുകയാണ്. യെസ്, ആദിക്കുട്ടൻ റെഡി ആൻഡ് കിച്ചു ഇസ് റെഡി ആൻഡ് ഐ ആം ഓൾസോ റെഡി. അപ്പൊ ഇനി നമുക്ക്
അങ്ങനെ ദേ നമ്മൾ അഗ്വാഡ ഫോർട്ടിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ ഈ ഗോവ മൊത്തം ചുറ്റിക്കറങ്ങാൻ പോകുന്നത് ദേ ഈ ഒരു സ്കൂട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ദേ കിച്ചു ലൊക്കേഷനൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ഈ ലൊക്കേഷൻ ലെഫ്റ്റും റൈറ്റൊക്കെ പറഞ്ഞു കൊടുക്കൽ. എന്തായാലും ഫൈനലി നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കി നമ്മളിതേ അങ്ങനെ അഗ്വാഡ ഫോർട്ടിലെത്തി. ഇവിടേക്ക് പോകുന്നതിന് മുന്നേ എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിത് ഈ അഗ്വാഡ ഫോർട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 17th സെഞ്ച്വറിയിൽ നമ്മുടെ പോർച്ചുഗീസുകാർ പണിത ഒരു അടിപൊളി ഫോർട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് വ്യൂ ഇത് ഈ ഒരു ബീച്ചാണ് കേട്ടോ. ഈ ഒരു ഫോർട്ടിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ലൈറ്റ് ഹൗസ് കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീസ് കൂടെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. ശരിക്കും വൺ ടൈമെങ്കിലും ഗോവ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ ഒരു ഫോർട്ടിൻ്റെ ഒരു പ്ലാനും ഡീറ്റെയിൽസും എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളും ഞങ്ങളെപ്പോലെ ഗോവയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. നമുക്കങ്ങനെ ട്രാവൽ ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി ഗോവയ്ക്ക് ടിക്കറ്റ് എടുക്കുക, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ നമുക്ക് റെൻറ്റഡ് ആയിട്ടുള്ള സ്കൂട്ടേഴ്സൊക്കെ കിട്ടും. അവിടുന്ന് റെൻറ്റിനൊരു സ്കൂട്ടർ എടുക്കുക, നമുക്കിതിൽ ഹോട്ടലിൽ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഗോവ കറങ്ങുന്നത് മുഴുവൻ ഈ ഒരു സ്കൂട്ടിയിലാവും കേട്ടോ. അതാവുമ്പോൾ നമ്മൾ ഈ ട്രാവൽ ഏജൻസിയിൽ കൊടുക്കുന്ന അത്ര പൈസ ആവില്ല. നമുക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഏകദേശം ഐഡിയ ഉണ്ടാവണമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ അഗ്വാഡ ഫോർട്ടൊക്കെ കണ്ട് ക്ഷീണിച്ച് നമ്മൾ ഒരു സർബത്ത് മേടിച്ച് കുടിച്ച് പിന്നെ നേരെ പോയി നമ്മുടെ സിങ്കേറിയം ഫോർട്ടും ബീച്ചും കാണാനാണ് കേട്ടോ. നമ്മുടെ അഗ്വാഡയുടെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ഇത്, ലോവർ ഫോർട്ടാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മുടെ കടലിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഫോർട്ട്, അവിടുന്ന് ഈ ഒരു സിങ്കേറിയം ബീച്ചിൻ്റെ വ്യൂ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. ഗോവയിൽ പോയാൽ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഹെയർ ബ്രെയ്ഡിങ്. ഞാനിങ്ങനെ ഒത്തിരി ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗോവയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഹെയർ ബ്രെയ്ഡൊക്കെ ചെയ്ത് പിള്ളേരൊക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെയും മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങൾ ഇങ്ങനെ അധികകാലം വെച്ചുകൊണ്ടിരിക്കരുതല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം ഞാനങ്ങ് നടത്തിയെടുത്തു. പക്ഷേ ഇവർ ഒത്തിരി പൈസ പറയൂ കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, അവരിങ്ങനെ ഒത്തിരി പൈസ പറയും. നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ നോക്കുക. അങ്ങനെ എന്തായാലും ഞാൻ രണ്ട് സെക്ഷനിലും ഇങ്ങനെ ഓരോ ഇതായിട്ട് ഹെയർ ബ്രെയ്ഡ് ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതിങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുമ്പോഴുള്ള ആ ഒരു സന്തോഷം. അങ്ങനെ നമ്മുടെ ഹെയർ ബ്രെയ്ഡിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റപ്പായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി നമ്മൾ നേരെ പോകും നമ്മുടെ കാൻഡോലിം ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടേക്ക് ഇങ്ങനെ ധാരാളം കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ബീച്ച് ഔട്ട്ഫിറ്റ്സും നമുക്കതിന് വേണ്ട ചെരുപ്പുകളും എല്ലാം കിട്ടുന്ന ഒത്തിരി ഷോപ്പുകളുണ്ട്. പക്ഷെ ഒടുക്കത്തെ പൈസയായിരിക്കും. നമ്മുടെ ബാർഗെയിനിങ് സ്കില്ല് പോലെ ഇരിക്കും കേട്ടോ ഇതൊക്കെ മേടിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് അവിടെ വിശപ്പ് മാറ്റാൻ കോണും കുടിക്കാൻ ഇളനീരും എല്ലാം ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഓരോ ഇളനീരൊക്കെ മേടിച്ച് കുടിച്ച് നേരെ നമ്മൾ ബീച്ചിലോട്ട് പോയി. ഇനി നമുക്ക് ബീച്ചിൽ കുറച്ച് അടിച്ചു പൊളിക്കാം.
അച്ഛക്ക് പേടിയാണോ? കൈ പിടിക്കൂ, ഇങ്ങോട്ട് അച്ഛൻ്റെ കാലിൽ നിൽക്കൂ. നല്ല നട്ടപ്ര വെയിലത്താണ് നമ്മൾ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീനൊന്നും എടുക്കാൻ ഒരിക്കലും മറക്കരുതേ. അങ്ങനെ ദേ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും മേടിച്ചു കേട്ടോ. ഇനി ഇതേ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയേർഡാണ്. നമ്മൾ വീട്ടിലോട്ടല്ല, നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ അത് ഈ ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് വാഷ്റൂമും ചേഞ്ചിങ് റൂമും എല്ലാം ഉണ്ട്. നമ്മളിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഉച്ചയ്ക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പുറമേ നിന്നുള്ളൊരു വ്യൂ. അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അവിടുത്തെ ഇങ്ങനെ ഒത്തിരി നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കണ്ണട വെച്ച മൊണാലിസേനയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ചെറിയൊരു മയക്കം കൂടെ കഴിഞ്ഞ ശേഷം നമ്മളിനി വൈകുന്നേരം വെഗേറ്റർ ബീച്ചും വെഗേറ്റർ പോയിന്റും കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ വൈകുന്നേരം റെഡിയായി നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വാഗേറ്റർ പോയിന്റിലോട്ടാണ് ആദ്യം പോയത്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഒത്തിരി പേര് ഈ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യക്കൂട്ടിന് പിന്നെ എവിടെ പോയാലും ഐസ്ക്രീമാണ് മസ്റ്റായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ മൂപ്പറുള്ള ഐസ്ക്രീമൊക്കെ സെറ്റപ്പാക്കി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനും കിച്ചും കുറേ നേരം നമ്മുടെ സൺസെറ്റൊക്കെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിന്നൊരു സൺസെറ്റ് കാണാൻ വേണ്ടി. ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി കേട്ടോ. അതൊരു മലയാളി ചേട്ടൻ്റെ ഷോപ്പായിരുന്നു. അങ്ങനെ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചു. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒത്തിരി നല്ല നല്ല കടകളുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സും സെറാമിക് സാധനങ്ങളും ബാഗും ഫാൻസി ഐറ്റംസും എല്ലാം കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ ബാർഗെയിനിങ് സ്കില്ല് പോലെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ വാഗേറ്റർ ബീച്ചിൽ പോയി. രാത്രി ആയ കാരണം ഒത്തിരി അവിടെ കളിക്കാനൊന്നും നിന്നില്ല. നേരെ റൂമിലോട്ട് പോയി. ഇനി ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങി. ഇനി നാളെ നമുക്ക് കാണാം കേട്ടോ. ഹലോ, അങ്ങനെ നമ്മുടെ ഗോവയിൽ ഡേ 2 ആയിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ നേരത്തെ ചാടി എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി. ഇനിയുള്ള പരിപാടി തലേന്ന് ചെയ്ത നമ്മുടെ ഹെയർ ബ്രൈഡിങ് ഒക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഇനി ഇതൊക്കെ അഴിച്ചു മാറ്റി ഞാനൊന്ന് കുളിച്ച് റെഡി ആവട്ടെ. ഹലോ, അപ്പോഴേ നമ്മൾ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് സൗത്ത് ഗോവയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോഴേ ഞാൻ എന്താ റെഡിയായി. ഇന്ന് ഈ ഒരു ഡങ്കറിയാണ് തുടങ്ങുന്നത്. എൻ്റെ മുടി ഫുൾ ജട പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ കൂടുതൽ പരീക്ഷണങ്ങൾക്കൊന്നും നിന്നില്ല. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ സൗത്ത് ഗോവയിലോട്ട് പോവാം.
അന്ന് ദേ ഒരു ഓഗസ്റ്റ് 15 കേട്ടോ. നമ്മൾ റെഡിയായി താഴെ എത്തിയപ്പോഴേക്കും നമ്മുടെ ബിൽഡിംഗ് ഒക്കെ അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടലിൽ മാത്രമല്ല, അപ്പുറത്തെ ഇമ്മർത്തിയുള്ള എല്ലാ ഹോട്ടലിലും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വന്ദേ മാതരം സോങ് ഒക്കെ അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യക്കൂടെ ദേ ബലൂണിൽ ഹാപ്പിയാണ്. പുള്ളിക്കാരൻ ബലൂൺ കൊടുത്ത് ഓടി നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ പതാക ഉയർത്താനുള്ള സമയമായിരിക്കാണ്. പതാക ഉയർത്തിയത് വേറെ ആരുമില്ല, നമ്മുടെ കിച്ചും ആദ്യക്കുട്ടനും കൂടിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു നമ്മുടെ ഹോട്ടലിലുള്ള എല്ലാ സ്റ്റാഫുകളും. അതുകൂടാണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ വന്ന എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നിന്നിട്ടാണ് നമ്മൾ ഈ പതാക ഉയർത്തലൊക്കെ നടത്തിയത്. അതിനുശേഷം അവർ നമുക്ക് സ്വീറ്റ്സും പിന്നെ അതേ ഡ്രിങ്ക്സും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അവർ നമ്മുടെ ഈ ഒരു ഫ്ലാഗിൻ്റെ കളറിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ദേ നമ്മുടെ പതാക ഉയർത്തൽ പരിപാടിക്കൊക്കെ ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബാഗ ബീച്ചിലോട്ടാണ് കേട്ടോ. ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണല്ലോ ബാഗ ബീച്ച്. അങ്ങനെ ദേ നമ്മൾ രാവിലെ തന്നെ ബാഗ ബീച്ചിലെത്തി. അവിടെ എത്തിയ വഴിക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കുറേ ചേട്ടന്മാർ ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതേ നമ്മൾ ബീച്ചിലിറങ്ങി ആദ്യക്കുട്ടൻ്റെ കൂടെ കുറേ നേരം ബീച്ചിലൊക്കെ നിന്ന് കളിച്ചു. അങ്ങനെ ദേ നമ്മൾ കുറേ ടൈം ബാഗ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ. അവിടെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. 11 മണിക്ക് നമുക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യാനായിരുന്നു. അങ്ങനെ ദേ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവരുടെ ഓഫീസിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ദേ നമ്മൾ ഇനി സൗത്ത് ഗോവ കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മുടെ റേസ് മാഗോസ് ഫോർട്ട് കാണാൻ പോവാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫോർട്ടാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ അത്യാവശ്യം സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ കയറ്റം കയറാൻ ഞാൻ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ കയറാൻ പറ്റുന്നില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഉണ്ട് കേട്ടോ. അതാണ് ഡെത്ത് ഹോൾ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കണക്റ്റഡ് ആയിട്ടൊരു ഹോളുണ്ട്. ഈ ഒരു ഗേറ്റിൽ വരുന്ന എനിമീസിനെ നല്ല തിളച്ച എണ്ണ ഒരു ഹോളിൽ കൂടെ ഒഴിച്ചാണ് ഇവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഡെത്ത് ഹോളിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്. ഈ ഒരു ഹോള് വഴിയാണ് കേട്ടോ അവർ തിളച്ച എണ്ണ കൊഴിക്കാറ്. ഈ ഒരു ഹോള് വഴിയാണ് നമ്മൾ നേരത്തെ കാണിച്ച ഗേറ്റിൻ്റെ അങ്ങോട്ട് ആ ഒരു പോയിന്റിലോട്ട് ഈ എണ്ണയൊക്കെ വന്ന് വീഴുന്നത്. ഗോവയുടെ ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലുമുള്ള വ്യൂ ബീച്ച് തന്നെയാണ് കേട്ടോ. പക്ഷെ നോർത്ത് ഗോവയേക്കാളും കുറച്ചും കൂടെ പീസ്ഫുൾ, കുറച്ചും കൂടെ കാമായിട്ടുള്ള സൗത്ത് ഗോവയിലുള്ള ബീച്ചുകളാണ്. നോർത്ത് ഗോവ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. മാത്രമല്ല എപ്പോഴും ഫുൾ ടൈം ആൾക്കാരുണ്ടാവും. സൗത്ത് ഗോവ കുറച്ചും കൂടി ഹസിൽ ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയ ആണ്.
ഫോർട്ട് ഒക്കെ വിസിറ്റ് ചെയ്ത ശേഷം നമ്മളത് ഓരോ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കടയിൽ കയറി കേട്ടോ. അവിടെ കയറിയിരുന്നപ്പോഴും അവിടുത്തെ വ്യൂവും നല്ല അടിപൊളി ബീച്ച് തന്നെ. അങ്ങനെ ദേ നാരങ്ങ വെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ പോയത് ഫൗണ്ടൻ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലും റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടൊരു സംഗതിയായിരുന്നു ഇത്. പക്ഷെ നേരിട്ട് കാണാൻ പോയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലെ ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അതിനുശേഷം നമ്മൾ പോയത് കഴിഞ്ഞൊരു ചർച്ച് കാണാനായിരുന്നു. നമ്മുടെ ഓൾഡ് ഗോവയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് ബാസിലിക്ക ഓഫ് ബോം ജീസസ്. നമ്മുടെ 16th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ഈ ഒരു ചർച്ച് ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ദേ ചർച്ച് കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. കിച്ചു ഒരു ചിക്കൻ താലിയും ഞാനൊരു ഫിഷ് താലിയുമാണ് ഓർഡർ ചെയ്തത്. ഫുഡ് പക്ഷേ നമ്മൾ വിചാരിച്ചത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടു. നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മളത് നേരിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ട്രെയിൻ ഏകദേശം 7 മണിക്കായിരുന്നു കേട്ടോ. പക്ഷേ ട്രെയിൻ ലേറ്റായിട്ട് എത്തിയത് 9 മണിക്കും. അങ്ങനെ എന്തായാലും നമ്മൾ ട്രെയിനിൽ കയറി നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. 2 ദിവസം കൊണ്ടൊന്നും ഗോവ കണ്ടു തീരില്ല. എന്തായാലും ഞങ്ങളുടെ ഒരു ഷോർട്ട് ട്രിപ്പ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനത്തെ രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പം എൻ്റെ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ താങ്ക്